പ്രശസ്ത സിനിമാ നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിൻ്റെ വേർപാടിൽ വേദനിക്കുകയാണ് മലയാള സിനിമാ ലോകം. ഓടിയെത്തിയപ്പോഴേക്കും കാണാൻ കഴിഞ്ഞില്ല. രഹ്നയോടും മക്കളോടും എന്ത് പറയും? അകാലത്തിൽ വേർപിരിഞ്ഞ കലാഭവൻ നവാസിനെക്കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പാണ് സുരാജ് വെഞ്ഞാറമൂട് പങ്കുവയ്ക്കുന്നത്. അവസാന കാലത്ത് ഗംഭീര വേഷങ്ങളായിരുന്നു നവാസിനെ തേടിയെത്തിയിരുന്നത് എന്ന് കുറിച്ച സുരാജ് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയതിലെ ദുഃഖവും പങ്കുവയ്ക്കുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടി നടന്നു കയറിയ വളരെ കുറച്ച് ചങ്ങാതിമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നവാസിക്ക. ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരുപാട് നന്മയും മറ്റുള്ളവരോട് കരുതലുമുള്ള തികഞ്ഞ മനുഷ്യസ്നേഹി. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ സിനിമയിൽ ഇല്ല. ഞങ്ങളുടെ പ്രോഗ്രാം വേദികളിൽ ഗസ്റ്റായിട്ട് സിനിമാ താരമായ നവാസിക്കയെ കൊണ്ടുവരിക എന്നതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ അഭിമാനം. ഒരു നിശ്വാസത്തിനിടയിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശബ്ദം മാറി മാറി എടുക്കാൻ കഴിയുന്ന അപൂർവമായ കഴിവിനപ്പുറം ഇക്ക ഒരു അസൽ ഗായകൻ കൂടിയാണ്, ഒരു തികഞ്ഞ കലാകാരൻ. കാലങ്ങൾ കഴിഞ്ഞു പോകവേ ഓരോ കാഴ്ചയിലും ഞങ്ങൾ ഓരോ വേദികളിലും പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ചും അവിടുണ്ടായ രസകരമായ നിമിഷങ്ങളെക്കുറിച്ച് പറയുകയും ആർത്തുല്ലസിച്ചു ചിരിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് ഗംഭീര വേഷങ്ങളാണ് ഇക്കയെ തേടിയെത്തിയത്. അതിൻ്റെ സന്തോഷവും അവസാനം കണ്ടപ്പോൾ പങ്കുവച്ചു. കൈ ഉയർത്തി യാത്ര പറഞ്ഞങ്ങ് നടന്നു പോയി. വിശ്വസിക്കാനാകുന്നില്ല. ഓടിയെത്തിയപ്പോഴേക്കും കാണുവാനും കഴിഞ്ഞില്ല. ഒരു നിമിഷം കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നും പറയാതങ്ങ് പോയി. രഹ്നയോടും മക്കളോടും എന്തു പറയുമെന്ന് അറിയില്ല. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. അവർക്ക് ഈ വേദനയെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ഏറെ വേദനയോടെയാണ് സുരാജ് വെഞ്ഞാറമൂട് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.